ആശ്രിത നിയമനത്തിന് ബദൽ നിർദ്ദേശവുമായി സർക്കാർ. ആശ്രിതർക്ക് നിയമനമോ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമോ നൽകാനാണ് നിർദ്ദേശം. ആശ്രിത നിയമനം 5% മാത്രമായി പരിമിതപ്പെടുത്തുമ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് ഉത്തരവിൽ പരാമർശമുണ്ട്. സർവീസ് സംഘടനയുടെ പ്രതിനിധികളുമായി ചീഫ് സെക്രട്ടറി ജനുവരി 10 ചർച്ച നടത്തും. ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഏത് പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ബദൽ നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? അഭിലാഷ്, 1999 വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടായിരുന്നു നിലവിൽ ആശ്രിത നിയമനം. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നേരത്തെ ഇറക്കിയ ഉത്തരവിൽ ഒരു വകുപ്പിലേക്ക് ഒരു ജില്ലയിൽ 5% മാത്രമേ ആശ്രിത നിയമനം ഒഴിവുകളിൽ നൽകാവൂ എന്ന കൃത്യമായ ഉത്തരവ് പുറത്തുവിട്ടിരുന്നു. ഇതിനെതിരായി സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതിയിൽ നൽകിയെങ്കിലും കോടതി അത് തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ പശ്ചാത്തലത്തിലാണ് ആശ്രിത നിയമനം 5% പരിമിതപ്പെടുത്തുമ്പോൾ ഒഴിവുകൾ നികത്തുന്നതിന് കാലതാമസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു ബദൽ നിർദ്ദേശം ഇപ്പോൾ സർക്കാർ സെക്രട്ടറി തലത്തിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ ആശ്രിത നിയമനം, അതല്ല എങ്കിൽ 10 ലക്ഷം രൂപ നൽകി ആ നിയമനത്തിൽ നിന്ന് മാറി നിൽക്കുക. ഈ ഒരു നിർദ്ദേശമാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ജനുവരി 10 ഈ വരുന്ന 10 ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സർവീസ് സംഘടനകളുടെ പ്രതിനിധികളുമായി വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി യോഗം നടക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.